എന്താ മുകുന്ദേട്ടാ ഇത്? ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ. എത്ര കാലം പരിപ്പോടെയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണിയും അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോകണം. തെങ്ങ് കയറിയാൽ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭുവാക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മുകുന്ദന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. ദുബായ് എന്ന് പറയുമ്പോൾ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോകാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരുണേട്ടൻ അനന്തരവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്ന. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദനൊന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക. അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാൽ മതി. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം. മുകുന്ദേട്ടൻ ആദ്യമായിട്ടില്ലേ ദുബായിലേക്ക് വരുന്നത്? അതെ, സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു ധൈര്യം. ഇവിടെ എങ്ങനെ പാർട്ടി പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടാവും അല്ലേ? സഖാവ് കരുണന്റെ അനന്തരവനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ലെന്ന് അറിയാം. സിദ്ധാർത്ഥൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 4-5 കൊല്ലായി. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുകുന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെപ്പോലെ തൻ്റെ സഹജീവികളും തുല്യ നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൂർഷാ ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ഉണ്ടാവാം, എന്നാലും കുത്തക മുതലാളിമാർ ഇവിടെ വളരെ കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിൽ നന്നായനെ ക്യൂബ. എൻ്റെ മുകുന്ദേട്ടാ, ഈ ടണല് കണ്ടോ?
ഇതിന് ഏകദേശം 1.5 കിലോമീറ്റർ നീളം വരും. ഇങ്ങനൊരു ടണല് മുകുന്ദേട്ടൻ പറഞ്ഞ ക്യൂബയിലുണ്ട്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടോ? ഇതുപോലെ ഒരു കെട്ടിടത്തിന് അത്രം വരുമോ മൊത്തം ക്യൂബ? സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. പിന്നൊരു കാര്യം, ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഓഹോ, ഇങ്ങനെയാണല്ലേ ക്യൂബ മുകുന്ദൻ എന്നുള്ള പേര് വീണത്. അപ്പോ പാർട്ടി പ്രവർത്തനത്തിന് വന്നതാണോ അതോ അച്ഛൻ വരുത്തി വെച്ച കടം വീട്ടാൻ വന്നതാണോ? രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അപ്പപ്പോ പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. മുകുന്ദേട്ടനെ പിടിക്കാത്ത പല കാര്യങ്ങൾ ഇവിടെ കണ്ടേക്കാം. എന്ന് വെച്ച് സമരം ചെയ്ത് ഇവിടത്തെ സർക്കാരിനെ വലച്ചു കളയരുത്. അതൊരിക്കലുമില്ല സിദ്ധാർത്ഥ. കേരളത്തിലെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും വലിയൊരളവിൽ പരിഹാരമായതും മലയാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ. അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഓ, അതൊക്കെ അറിയാലേ. പിന്നെ പക്ഷെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ, അത് ഞാൻ അന്വേഷിക്കും. അല്ല, ഇതിനൊക്കെ ജോലിക്കിടയിൽ സമയം കിട്ടുമോ? ജോലി സമയം 8 മണിക്കൂറല്ലേ? അതെ. ഉറക്കം ഒരു 4 മണിക്കൂർ, പിന്നെയും കിടക്കില്ലേ 12 മണിക്കൂർ. അതിരിക്കട്ടെ, എന്തായിരിക്കും എന്റെ ജോലിയുടെ സ്വഭാവം? അതിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി ചെയ്യിക്കുന്നവരുടെ സ്വഭാവം ചിലപ്പോൾ മാറും. അയ്യോ, ഇതെന്തിനാ ഇങ്ങോട്ട് എടുത്തത്? റൂമിൽ വെച്ചാ പോരായിരുന്നോ? കൂടെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും സൗകര്യം. മാത്രമല്ല, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പെന്നും പേപ്പറും ഫയലൊക്കെ ഇതിനകത്തല്ലേ. ജൽദി കരോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങള് മലയാളിയാ? അയാള് പാകിസ്ഥാനിയാ. ഇവിടെയാണ് മുകുന്ദേട്ടന് ജോലി. ഇവിടെയാ? അതെ, തൽക്കാലം ഇവിടെ. സത്യത്തിൽ മുകുന്ദേട്ടൻ ലേബർ സപ്ലൈ കമ്പനിക്കാരുടെ ആളാ. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായി തൊഴിലാളികളെ പോരാതെ വരുമ്പോൾ ലേബർ സപ്ലൈ കമ്പനി ആ കമ്പനിക്ക് ആളുകളെ വാടകയ്ക്ക് കൊടുക്കും. വാടക കൊടുക്കുക ആളുകളെ? അതെ. ഇന്നിവിടെയാണ് പണിയെങ്കിൽ അടുത്ത ആഴ്ച വേറെ സ്ഥലത്തായിരിക്കും പണി. അതുകൊണ്ട് ഓരോരോ തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എന്തായിരിക്കും എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം? അത് ഉടനെ തന്നെ മനസ്സിലാവും. ഇത് അയാളുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഞാൻ അങ്ങോട്ട്. അല്ല, നീ അങ്ങനെ പോയാൽ എനിക്ക് റൂമിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലല്ലോ. കമ്പനി താമസിക്കാനുള്ള സ്ഥലം തരും, അങ്ങോട്ട് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കമ്പനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ വിശാല മനസ്കതയുള്ള കമ്പനിയാണ്. ലാൽ സലാം. चल रहे पहन के आओ, पहन के आओ. सामान सब उधर रख. अरे उधर रख. ബാഗ് അവിടെ വെക്കാനാ പറഞ്ഞത്. जाके काम करो. जाके काम करो. ये सब उठा के उसका सिर पर रखो. जी साहब. പുറകോട്ട് 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 കടന്നോ. मलबारी इधर इधर ऊपर ले गया.
വെച്ചോളി. നിങ്ങൾ മലയാളിയാ? നിങ്ങൾ മലയാളിയാ? അതെ. എന്നതാ പ്രശ്നം? പേര്? അരവിന്ദൻ. നാട്ടിലെവിടെയാ സ്ഥലം? ചെങ്ങന്നൂര്. എന്നാത്തിനാ? എത്ര കാലമായി ഈ കമ്പനിയിൽ? 4-5 കൊല്ലമായി. തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് തൃപ്തനല്ല എന്ന് പറയണം. പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം. ആര്? നിങ്ങളോ? നിങ്ങൾക്ക് എല്ലാ വിവരവും അറിയണമെങ്കിൽ ഇതാ അവിടെ ചോദിച്ചാൽ മതി. ये इसका सिर पर रखो. जाओ. काम चोर साहब. ഒന്ന് പിടിക്ക. ഇനി അരമണിക്കൂറും കൂടി കഴിഞ്ഞ ഇന്നത്തെ പണി കഴിയല്ലേ? എന്തുട്ട്? ഇന്നത്തെ പണി കഴിയാൻ ഇനി ഒരു 4.5 മണിക്കൂറും കൂടി വേണം. അപ്പൊ ഇവിടുത്തെ ജോലി സമയം 8 മണിക്കൂറല്ലേ? 8 മണിക്കൂറേ. ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി? യൂണിയനാ? അതാ വരണു. യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആ ഗടിയാ. അങ്ങേരോട് പറഞ്ഞാൽ മതി. ടോയ്ലറ്റ് വേണം. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇതാണ് സൂപ്പർവൈസർ പറഞ്ഞ പുതിയ ആള്. നാട്ടിൽ നിന്ന് കേറിയപ്പോഴേ യൂണിഫോം എടുത്തിട്ടൂലേ? ഏതാ എന്റെ മുറി? മുറിയാ? ഇതാ നിങ്ങളുടെ മുറി. ഇന്നു മുതൽ ഈ 6 അടി കട്ടിലിന്റെ ജന്മി നിങ്ങളാ. അല്ല, ഫാക്ടറി ജോലിക്കിടയിൽ എന്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അത് തൊഴിലാളികളുടെ മുഖം നോക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും പിന്തിരിപ്പം മൂരാച്ചുകളാണെന്ന് മനസ്സിലാക്കി.
സിദ്ധാർത്ഥ 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 മുകുന്ദേട്ടൻ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ആണോ? അയ്യോ, ഈ ബഹളത്തിനിടയ്ക്ക് കേൾക്കണ്ടേ. പിന്നെ എങ്ങനെയുണ്ട് മുകുന്ദേട്ട ജോലിയൊക്കെ? നല്ല സുഖമല്ലേ? നല്ല സുഖാണ്. ആ, ഒരു പ്രത്യേകതരം സുഖം. ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. അപ്പൊ കൂടെ പറിക്കുന്നവർക്കും ഇതുപോലെ സുഖമല്ലേ? അവർ ഈ സുഖം കുറെ നാളായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്റെ അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് കൊടുക്കണ്ടല്ലേ? അത് ഞാൻ അപ്പപ്പോ നോട്ട് ചെയ്യുന്നുണ്ട്. ആ, 12 മണിക്കൂർ തുടർച്ചയായി ചുമടെടുക്കുന്നതിലോ, വാതിലില്ലാത്ത കുളിമുറിയിൽ കുളിക്കുന്നതിലോ, ആ. ഉപ്പില്ലാത്ത കുബൂസ് തിന്നുന്നതിലോ ഒന്നിനും ഒരു വിരോധമില്ല. പിന്നെ എന്താ പ്രശ്നം? പക്ഷേ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു പണിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്തിനാ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമാക്കണേ? നല്ല കാറ്റും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ ആക്കി തരാം, പോരെ? അത് മതി. ദോഷം പറയരുതല്ലോ. നല്ല കാറ്റും വെളിച്ചവും